ഇത് തുപ്പലാംപൊട്ടി അല്ലെങ്കിൽ വേലിപ്പടക്കം എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യമാണ് ഈ കാണുന്നത്. ഇത് അകാന്തസി എന്ന വർഗത്തിൽ ഉള്ള ഒരു സസ്യമാണ്. ഈ വർഗത്തിൽ ഒരുപാട് സസ്യങ്ങളുണ്ട്. ഇത് ഒരു മഞ്ഞ പൂവുള്ള സസ്യമാണ്. ഇനി ഇതിലൊരു വയലറ്റ് പൂവുള്ള വർഗമുണ്ട്. പിന്നെ നമ്മുടെ ഈ വീടുകളിലൊക്കെ അലങ്കാര ചെടിയായിട്ട് ഇതിൽ നടന്ന കുറേ വർഗ്ഗങ്ങളുണ്ട്. വയലറ്റ്, മഞ്ഞ, അങ്ങനെ ഒരുപാട് നിറത്തിലുള്ള ചെടികൾ ഇതുണ്ട്. പക്ഷേ ഇത് ഈ സാധാരണമായ തുപ്പലംപൊട്ടി എന്ന് പറയുന്ന സസ്യമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ വേലി പടർപ്പുകളും റോഡ് സൈഡിൽ അങ്ങനെയൊക്കെ കളയാറ്റി വളരുന്ന ഒരു സസ്യമാണ് ഇത്. ഈ കാണുന്ന ഇതിന്റെ ഉണങ്ങിയ ഈ നനവ് പറ്റി കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുന്നപ്പോൾ ഈ തുപ്പൽ പുരട്ടി ഇതിനെ പൊട്ടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ തുപ്പലാം പൊട്ടി എന്നൊക്കെ പേര് ഇതിന് വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വരുന്നത്? ചില സസ്യങ്ങൾ അവയുടെ വംശവർദ്ധനവിന് വേണ്ടിയിട്ട് വിത്തുകൾ കൈമാറ്റം ചെയ്യുന്നതിന് പല വ്യത്യസ്തമായ രീതികളും കാണിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സസ്യമാണിത്. കാരണം വെച്ചാൽ ഇത് ഈ വിത്ത് ഉണങ്ങിയതിനു ശേഷം മഴ പെയ്യുമ്പോൾ, അതായത് മഴ പെയ്യുന്ന ആ സമയത്ത് ആ വെള്ളം അല്ലെങ്കിൽ വീഴുകയും കൂടുതലായിട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പോൾ മഴക്കാലമാകുമ്പോൾ ആ വിത്തിന് പെട്ടെന്ന് മുളച്ചു വരാനും സാധിക്കും. അങ്ങനെ ഒരു രീതിയാണ് ഈ സസ്യം കാണിക്കുന്നത്. അതായത് ഈ എടുത്തേക്കുന്ന ഈ വിത്തുകൾ ഞാൻ ഒന്ന് നനച്ച് അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിച്ചാൽ ചെറുതായിട്ട് നനവ് പൊട്ടി കിട്ടി കഴിയുമ്പോൾ ഈ വിത്തുകൾ പൊട്ടാൻ തുടങ്ങും. അതായത് ഈ കായ പൊട്ടുകയും വിത്തുകൾ 1 മീറ്ററിലധികം ദൂരത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്യും. ഇതാ കണ്ടോ, ഇപ്പൊ പൊട്ടി ഇങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത്. ഇതിന്റെ വിത്തുകൾ വെള്ളം തന്നെ പറ്റുന്നതും പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത് സാധാരണയായി ശ്വാസകോശ രോഗങ്ങൾക്കും ആസ്മ എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് തുപ്പലാംപൊട്ടി എന്നുള്ള സസ്യം. വീണ്ടും പലവിധ സസ്യങ്ങളുടെ വീഡിയോകളുമായി വീണ്ടും വരാം. ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.